എബ്രായ ക്രിസ്ത്യാനികളെ ഇത് പറയാൻ കാരണം, ഈ എബ്രായ ജാതിയെ പറ്റി, ജനതയെ പറ്റി പഠിക്കുമ്പോൾ അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്ന് ഈ ജാതി, ഈ ജനത, ഈ വംശം ഉടലെടുക്കുന്നത്. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളാണ് ഈ ജാതി. കർത്താവിന് അവന് പ്രത്യേക, അവരെ കണ്ടാൽ അറിയാം, അവരെ കണ്ടാൽ അറിയാം. അവരുടെ രീതികളെല്ലാം വ്യത്യസ്തമാണ്, എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താ ഇവരുടെ ഒരു വിശേഷത? റോമാലേഖനം 9:3 പെട്ടെന്ന് വായിച്ചോ. റോമാലേഖനം 9:3 വേഗത്തില്. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. കർത്താവിന് മഹത്വം. ഇത് എബ്രായ ജാതികളുടെ, യഹൂദ ജാതികളുടെ വിശേഷതയാണ്. യഹൂദനെ കണ്ടാൽ അറിയാം. ഏത് ജനക്കൂട്ടത്തിന് നടുവിൽ നിന്നാലും യഹൂദനെ കണ്ടാൽ അറിയാം. അതുകൊണ്ടാണല്ലോ വെള്ളം ചോദിച്ചുടനെ വെള്ളം തരാമെന്നോ തരികയിലും നല്ല പറഞ്ഞത്. യഹൂദനായിരിക്കുന്ന നീയെ ശമരിയാക്കാരിയായ എന്നോട്. അപ്പം കണ്ടപ്പോൾ വസ്ത്രധാരണം, സംസാരം, ശൈലി ഇതൊക്കെ കണ്ടാൽ അറിയാം. പെന്തിക്കോസുകാരെ കണ്ടാൽ അറിയണം. ഇപ്പം അങ്ങനൊന്നും അറിയത്തില്ല. കൂട്ടിയിടിക്കുമ്പോൾ ഗ്ലോറി. പെന്തിക്കോസില്ല എവിടാ എങ്ങുമില്ല എന്നാ ഇങ്ങനെ എല്ലായിടത്തും. പണ്ടൊക്കെ 2 പെന്തിക്കോസുകാരുണ്ട്. ഹല്ലേലൂയ. ഇപ്പം എല്ലാം കലാമണ്ഡലത്തിൽ നിന്ന് വന്ന പോലെ. അവിടെ അല്ലയോ മുഴുവൻ മുദ്ര പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ കണ്ടാൽ അറിയണം. അപ്പൊ ഇവിടെ യഹൂദന്റെ വിശേഷത ഒന്നോടെ വായിച്ചേ മോളെ, 3-ാം വാക്യം. അവർ ഇസ്രായേലിയർ, ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്. പിന്നെ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. പിതാക്കൻ പറഞ്ഞ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അവരാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ കടന്ന് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേനൊന്നും വിളിച്ചു കൂവരുത്. അങ്ങനെ വിളിച്ചു കൂവിയാൽ പല കക്ഷികൾ വരും. എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിക്കും. മനസ്സിലായില്ല. തള്ളയും കൊച്ചും എല്ലാം വരും. കുഞ്ഞമ്മ എന്തിനടി വിളിച്ചെന്ന് ചോദിക്കും. അതുകൊണ്ട് പിതാക്കന്മാരുടെ ദൈവമെന്നെ വിളിച്ചാൽ എല്ലാം ഇപ്പം പറയാനൊക്കെ ഇതിൽ പല കക്ഷികൾ വരും. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ദൈവമേന്ന് വിളിച്ചോണം. യഹൂദനെ കണ്ടാൽ അറിയാം. യഹൂദന്റെ വിശേഷതയാണ്. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഞങ്ങൾ യഹൂദന്മാരാണ്. എന്നോട് പറഞ്ഞു ഞങ്ങളും. ഞാൻ പറഞ്ഞു, ഇന്ന് എന്നോട് പറഞ്ഞതിരിക്കട്ടെ, മേലിൽ ആരോടും എന്നോട് പറഞ്ഞിരിക്കട്ടെ, ആരോടും അയന്ന ഈ വാക്യം വായിക്കാൻ പറഞ്ഞു. വായിച്ചേ മോള് വായിരെ. അല്ല അങ്ങനെ ആരെങ്കിലും പറയുന്നത് അതല്ല, വേറൊരു വാക്യമാണ്. മോള തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിച്ചേ മോളെ. അതുകൊണ്ട് യഹൂദനാണെന്നൊന്നും ചുമ്മാ വെടലത്തരവൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. വായിച്ചേ മോളെ. എബ്രാം ഭാഷ നോക്കിക്കോ, നല്ലതാ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ന്റെ 14 മുതൽ വായിക്കും മോനെ. സഹോദരന്മാരെ, യഹൂദയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെ കൊന്നവരും. അതാ പറഞ്ഞു, എന്നോട് പറഞ്ഞിരിക്കട്ടെ, മേലിൽ ഉള്ള വിലയും കൂടെ പോകുമെന്ന് പറഞ്ഞു. യവന്മാര് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. അടുത്തത് ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. ദൈവദാസന്മാരെ തുരത്തി ഓടിച്ചവന്മാരാ. പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. ചുമ്മാ ഇങ്ങനെ കുപ്പായം ഇട്ടുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ, തലയെ തൊപ്പിയും വെച്ച്. ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത യഹൂദന്റെ കാര്യമാണ്. 10 മീറ്റർ തുണി കൊടുത്താവല്ലോ കാര്യം നടക്കുമോ? ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരാ യഹൂദൻ. അവർ ദൈവത്തെ
പ്രസാദിപ്പിക്കാത്തവരും അടുത്തത് സകല മനുഷ്യർക്കും വിരോധികളും. സകല എണ്ണത്തിനുമാര് ഭാരയാ. എന്നാ ഇരുത്തി ഒരു മൂളിയ ഞാൻ കേട്ടു. ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതോ ഇഷ്ടപ്പെട്ടു? അതാ പാര എന്നുള്ള വിഷയമായിരിക്കും ഇരുത്തി മൂളാനാ. ഒന്നുകൂടെ വായിച്ചോ മോളെ, പുള്ളി ഒന്നുകൂടെ മൂളുന്നെങ്കിൽ. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളെ യഹൂദൻ. പിന്നെ ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരാ. സുവിശേഷം പറയുന്ന ഇവന്മാര് വിലക്കുന്നവന്മാരാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് എന്നോട് പറഞ്ഞിരിക്കട്ടെ മേലിൽ ഇത് ഇവന്മാര് ചിന്തിച്ചിരിക്കുന്നത് ഞങ്ങൾ മാത്രം മതിയെന്ന്, വേറെ ആരും അല്ല. നമ്മുടെ ഇടയിലും അങ്ങനെ ഇപ്പോൾ ആൾക്കാരുണ്ട്. സ്തോത്രം, മെമ്പർഷിപ്പിന് എന്നാ കൊടുക്കല്ലേ, നിങ്ങൾ ഏതാ? നിങ്ങളാണ്ട് അങ്ങോട്ട് പോകുന്നതാ നല്ലത്. എല്ലാം ആത്മഭാരത്തിൽ നടക്കുക. എന്തോ ആത്മഭാരം കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടോന്ന് അറിയത്തില്ല, എവിടാന്നൊന്നും എന്നോട് ചോദിക്കരുത്. കേട്ടതാണേ. ഈ സ്വന്തമായിട്ട് വീടും വസ്തുവൊന്നും ഇല്ലാത്തവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയല്ലെന്ന്. അയ്യോന്നോ, കുമ്പനാട് സൈഡാ. എന്നാ സങ്കടത്തോടെ ചരിഞ്ഞൊരു നോട്ടം നോക്കുന്നേ. സ്വന്തമായിട്ട് വസ്തുവും വീടും അത് ഇത് കൊടുക്കുമല്ലോ ഫോം. അപ്പം അതിനകത്തുണ്ട്. നമ്മുടെ സ്റ്റാറ്റസിന് എന്നതാടാ, സ്വർഗത്തിൻ്റെ മണിമകുടം വിട്ടാ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. അതിലും വലിയ സ്റ്റാറ്റസ് ഒന്നും ഒരു പൂഞ്ഞാനുമില്ല. ഇപ്പം നമുക്ക് പറഞ്ഞ സ്റ്റാറ്റസ് കിട്ടിയത് കൂടി വന്ന ഒരു 10-50 കൊല്ലമൊക്കെ ആയോളൂ. ഇപ്പോഴായി ആ പരിവക്കേട് കാക്കക്കേടെല്ലാം മാറിയത്. ഇപ്പോൾ പേർഷ്യയിലും അമേരിക്കയിലും പോയി 10 പുത്തം കിട്ടി ഒരു എണ്ണം വണ്ടി മേടിച്ച് സ്തോത്രം ഒരു മൊബൈലും എടുത്ത് എപ്പോൾ യോഗത്തിന് നിൽക്കുമ്പോൾ വണ്ടിയുടെ ചാവി ഇട്ട് കറക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, യഹൂദനെ ദൈവത്തിനും ദൈവജനത്തിനും വിരോധമായി പ്രവർത്തിക്കുന്നവരാ. ഒന്നുകൂടെ വാക്യം വായിച്ചേ മോളെ. ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരാ. സുവിശേഷം പ്രസംഗിക്കുന്നത് വിലക്കുന്നവരാ, സുവിശേഷത്തെ തടയുന്നവരാ. എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശുക്രിസ്തു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു, അതാകുന്ന സുവിശേഷം. ഈ സുവിശേഷത്തെ വിലക്കരുത്. സുവിശേഷം എല്ലാവർക്കും ആവശ്യമാ. അവൻ സുവിശേഷം ഒരു സഭയുടെയോ ഒരു വ്യക്തിയുടെ കുത്തകയല്ല, സകല മനുഷ്യനും ആവശ്യമാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശുക്രിസ്തു. സുവിശേഷത്തെ വിലക്കുന്നവരാ യഹൂദൻ. വായിക്കുമോളെ, വായിക്കേ. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യഹൂദനാന്ന് എന്നോട് പറഞ്ഞതിരിക്കട്ടെ, ഇനി മേലിൽ ആരോടും പറയരുത്. പുള്ളി പറയാ, ഇപ്പോഴായി വാക്യം കണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഇപ്പോഴേലും കണ്ടല്ലോ. അതുകൊണ്ട് ഇനി യഹൂദന ഒന്നും പറയരുത്. നീ പറയണം, ഞാനൊരു ദൈവ പൈതല. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു. അവിടുത്തെ പരിശുദ്ധ നിണത്താൽ എന്നെ കഴുകി ഞാനൊരു ദൈവ പൈതലായി തീർന്നിരിക്കുന്നു. അതാ ഏറ്റവും വലിയ ഭാഗ്യം. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ചോപമില്ല. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ചോപമില്ല. ഓ വരനോട് എതിർഭയനമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്കാൻ മാത്രം ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ നമ്മൾക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇതിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിൻ്റെ രക്ഷയാ. ഓർപ്പിച്ചല്ലോ, എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. ഈ എബ്രായ ക്രിസ്ത്യാനികളിൽ സിംഹഭാഗവും യഹൂദമതത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നവരാ. ഒരു വ്യക്തി യഹൂദമതം വിട്ട് ഇതിനകത്ത് വരിക എന്ന് പറഞ്ഞാൽ അതും ചെറിയ കാര്യമല്ല.
യഹൂദന് വിശേഷതകളും ഉണ്ടാകാൻ മുമ്പേ വായിച്ചത്. ആരാധന, പുത്രത്വം, വാഗ്ദത്തം, ന്യായപ്രമാണം, നിയമം, ഇതെല്ലാം അവർക്കാ പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഇവര് യെരൂശലേം പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി പോലൊന്നുമല്ല, ഭയങ്കരം പള്ളിയാ. ആദ്യം സമാഗമന കൂടാരമായി തീർത്തു, പിന്നെ ശലോമോൻ അത് എത്ര മെച്ചമായിട്ട് പണിതു. യഹൂദന് ഈ പള്ളി എന്ന് പറയുന്നത് വളരെ പ്രശംസാ വിഷയമാണ്. പള്ളി, യെരൂശലേം ദേവാലയം. ആ ശലോമോന്റെ ദേവാലയം നശിപ്പിച്ചതിന് ശേഷം സെരുബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന് ദൈവാലയം പണിതു. ഹെരോദാവിന്റെ കാലത്ത് പുതുക്കി പണിതു. അമ്പരചുംബിയായ ദൈവാലയം 3 ഭാഗങ്ങളായിട്ടാണ്. കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ ഈ പള്ളിക്കകത്തും പള്ളിയോട് ബന്ധപ്പെട്ട്. മിക്ക ഉപകരണങ്ങളും പൊന്നും തങ്കത്താൽ നിർമ്മിക്കപ്പെട്ടതും പുതിയപ്പെട്ടതും പണിതെടുത്തതുമായ ഉപകരണങ്ങളാണ്. 3 ഭാഗമായിട്ടാണ്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഇവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ദാവീദിന്റെ കാലത്ത് 24 കൂറുകളെ നിയമിച്ചു. അബിയാ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. അവരെ കാണാൻ തന്നെ ഒരു അഴക. ആണ്ടിലൊരിക്കലും മഹാപുരോഹിതൻ എന്ന് ഇറങ്ങി വരും. കണ്ടാൽ നമ്മൾ വെച്ചു പോവും. ആ വരവൊക്കെ കാണുമ്പം മഹാപുരോഹിതൻ നീളക്കുപ്പായോ നിലയെങ്കിൽ നടക്കട്ടെ ഏബോധം മുടിയും പിന്നെ മാർപ്പതക്കവും അതിനകത്ത് 12 കല്ലുകളും പിന്നെ ആ പ്രൗഢി ഇറക്കവും വരവും ഒക്കെ കണ്ടാൽ ചുമ്മാ നിൽക്കുന്നവനും. അപ്പോൾ മഹാപുരോഹിതൻ സ്ഥാനചിഹ്നവേക്ഷ വിഭൂഷണനായിട്ടൊരു വരവ്. പിന്നെ നിരനിരയായി നിൽക്കുന്ന ശുശ്രൂഷക വൃന്ദങ്ങൾ. പിന്നെ ദാവീദിന്റെ കാലത്ത് പാട്ടുകാര്. അത് ഹേമാന്, യദുതൂന്, ആസാഫ് തലവൻ. മാത്രമാണോ ഈ ശുശ്രൂഷ ചെയ്യുവാൻ അതിൻ്റെ ക്രമീകരണങ്ങൾ. മാത്രമല്ല ഓർപ്പിച്ചതുപോലെ കോടിക്കണക്കിന് സ്ഥാപന ജംഗമ വസ്തുക്കൾ. അതുകൊണ്ട് യഹൂദന് ഈ എബ്രായ ജാതിക്ക് ദൈവാലയം എന്ന് പറഞ്ഞാൽ വലിയ പ്രശംസയാണ്. അതുകൊണ്ട് യിരെമ്യാവിൽ നമ്മൾ വായിക്കുന്നത് യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്ന് ഇവർ കൂടെ പ്രശംസിക്കും. അപ്പോൾ യഹൂദ ജാതിയിൽ ശ്രേഷ്ഠര്. പള്ളി ഇവരുടെ കൈവശം, പുരോഹിത വൃന്ദങ്ങൾ, പള്ളിയോട് ബന്ധപ്പെട്ടുള്ള ചുറ്റുപാടുകൾ എല്ലാം വളരെ കേമമാണ്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. തന്നെയല്ല എൻ്റെ ഭാഷയാണ് നല്ല 1-ാം തരം കല്ലറ. അവരുടെ കല്ലറ കണ്ടാൽ തന്നെ നമുക്ക് ചാകാൻ തോന്നും. നമുക്കാരെല്ലാം ചത്ത് കഴിയുമ്പോൾ ആ 2 പേരെ അങ്ങോട്ട് അതുങ്ങൾ ചെന്ന് കമ്മൂടിച്ച് കച്ച് എല്ലാം തല്ലിപ്പറിച്ച് പിന്നെ നമ്മുടെ കയറിയപ്പോൾ കാലെ എൻ്റെ കുറ്റിയും കൊണ്ട് കീറി. മറ്റേ കല്ലറയൊക്കെ നല്ല 1-ാം തരം കല്ലറ. പേരുമൊക്കെ തോമ വാക്കയിൽ. അത് കണ്ടാൽ തന്നെ നമുക്കൊന്ന് എത്താക്കൊള്ളാന്ന്. അപ്പം ഇതെല്ലാം വളരെ മെച്ചമാണ്. അപ്പൊ ഇതെല്ലാം വിട്ടേച്ചാണ് എബ്രായ ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ പുറകെ വന്നത്. ഈ അമ്പരചുംബിയായ പള്ളി മണിമേടകളും പള്ളിമേടകളും ആചാര അനുഷ്ഠാനങ്ങളും കർമ്മമാർഗങ്ങളും പെരുന്നാളുകൾ, ഉത്സവങ്ങൾ, യാഗാദി കർമ്മങ്ങൾ, പുരോഹിത വൃന്ദങ്ങൾ, സ്ഥാനം, വേഷം, ഭൂഷണം ഇതെല്ലാം വിട്ടേച്ച് നസ്രായ മാർഗത്തിൻ്റെ പുറകെ, നസ്രായൻ്റെ പുറകെ വന്നു. ഇവിടെ ആചാരമില്ല, വെടിയില്ല, കൊടിയില്ല, ഇടിയില്ല, മറ്റ് യാതൊരു കാര്യവുമില്ല. അനുഷ്ഠാനങ്ങളില്ല, ആചാരമില്ല, ആഘോഷമില്ല, പക്കമേളവും ചെണ്ടമേളവും ഒന്നുമില്ലാതെ നസ്രായന്റെ പുറകെ വന്നു. കയറിക്കിടക്കാൻ ഇടമില്ല, തലചായ്ക്കാൻ ഇടമില്ല, കരം കൊടുക്കാൻ കാശില്ല. ചില യോഗങ്ങൾ കഴിഞ്ഞാൽ ഭക്ഷണം പോലും കിട്ടുന്നില്ല. അതുകൊണ്ടല്ലയോ യോഗം കഴിഞ്ഞ് വിശന്ന് എൻ്റെ ഭാഷയാ പ്രാണം തല്ലി ആരുടെയോ വയലിലിറങ്ങി കതിരി പിറച്ച് അത് തിരുമിത്തുന്നത്. ശുശ്രൂഷ കഴിഞ്ഞാൽ ഭക്ഷണമില്ല. നമുക്ക് ശുശ്രൂഷ ഇല്ലെങ്കിലും ഭക്ഷണത്തിനൊരു കുഴപ്പമോ? ആരാധനയ്ക്കിരിക്കുമ്പോൾ സ്തോത്രം പറയുകയോ കൈയടിക്കോ ഒന്നും ചെയ്യത്തില്ല. എങ്കിലും ഭക്ഷണത്തിരിക്കുമ്പോൾ നമ്മൾ ചോദിച്ച് മേടിക്കും. മോര്, ഒലത്തെ, ഫ്രൈ. എന്നാൽ യോഗത്തിനിരിക്കുമ്പം ഗ്ലോറി, സ്തോത്രം ഒറ്റയൊരുത്തം വേണ്ടുകയല്ല. ഇത് കഴിയുമ്പോൾ അതെല്ലാം ചോദിച്ച് പപ്പടം. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. എന്നാൽ സ്തോത്രം പറഞ്ഞോ? ദൈവം കണ്ടുകൊണ്ടിരിക്കുക. 2-ാം സങ്കീർത്തനത്തിൽ പറയാൻ പോലെ സ്വർഗത്തിരിക്കുന്നു ചിരിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരിതെല്ലാം വിട്ടേച്ച് നസ്രായന്റെ പുറകെ ഇറങ്ങി. ജന്മസ്ഥലം വഴികമ്പലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗൃഹം
വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സഞ്ചരിച്ചു. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സഞ്ചരിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ വിട്ടേച്ച് നസ്രായന്റെ പുറകെ ഇവരിറങ്ങി. കയറിക്കിടക്കാൻ ഇടമില്ല, കരം കൊടുക്കാൻ കാശില്ല, യോഗം നടത്താൻ സ്ഥലമില്ല, ഇരുന്ന് പ്രസംഗിക്കാനൊരു സ്ഥലമില്ല. വല്ലവരുടെയും പടകിലും പിന്നെ മലയുടെ മുകളിലും രാത്രി മുഴുവൻ വിശ്രമമില്ലാതെ പ്രാർത്ഥനയും. അദ്ദേഹത്തിൻ്റെ പുറകെ ഇറങ്ങിയത് അല്ല. ഇറങ്ങിയ കാലത്ത് ആരംഭ സമയത്ത് അപ്പോസ്തലന്മാർക്ക് അവർക്കും ഒന്നുമില്ല. അന്ത്യോക്യയിലും സിംഹാസനമില്ല, വത്തിക്കാനിലും സിംഹാസനമില്ല, കുമ്പനാട്ടും സിംഹാസനമില്ല, പുനലൂരും സിംഹാസനമില്ല, ദേവലോകത്തും ഒരു കൊരണ്ടി പോലും ഇല്ലായിരുന്നില്ല. പിന്നല്ലേ സിംഹാസനം. അന്നേരം ഒരു ഗ്രൂപ്പുകാർ പറയും അന്ത്യോക്യയിലായിരുന്നെന്ന്. അവർ പറഞ്ഞ അല്ലല്ല റോമിലായിരുന്നെന്ന്. അന്നേരം വേറൊരു പറഞ്ഞ ഇവിടെ എങ്ങോ അല്ലടെ ദേവലോകത്തായിരുന്നടാ, കയറ്റം കയറി അങ്ങോട്ട് വരുമ്പോൾ വലത്ത് വശത്ത്. കൊരണ്ടി പോലും ഇല്ലായിരുന്നു. ഒരു വാക്യം വായിച്ചേ മോളെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ വായിര്. ഞങ്ങൾക്ക് ക്രിസ്തുനിമിത്തം ഭോഷന്മാർ. അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ ബഹുവചനം എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന് സാരം. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. അടുത്തത്, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. അടുത്തത്, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. ഉടുപ്പാനില്ലാതെന്നാ. അന്നേരം പറയാ ഇച്ചിരി തുണി ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന്. ഇച്ചിരി ഞങ്ങളുടെ എവിടെയും വെച്ചെന്ന്. എടാ പൊട്ടാ, ഇവിടെ ഞാൻ എഴുതിയതാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കാൻ? ഈ നാഴിക വരെ ഞങ്ങൾ ശുശ്രൂഷ കഴിഞ്ഞ് മിക്കപ്പോഴും വിശപ്പാന്ന്. എപ്പോഴും ഒന്നും കിട്ടത്തില്ല, വിശപ്പാ. വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ട്. അടുത്തത്, സ്ഥിരവാസം കൂടാതെ. സ്വന്തമായിട്ട് ഇരിപ്പടോ സ്ഥലവും ഇല്ലെന്ന്. മനസ്സിലായോ? ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ലെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കാൻ എന്തോ ഒരു കടുംപിടുത്തമാണ്. സ്ഥിരവാസം കൂടാതെ. പിന്നെ സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. അപ്പൊ ആദിമ നൂറ്റാണ്ടിൽ, 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർക്കൊന്നുമില്ല. യേശുവിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പഠിക്കുമ്പോഴും ഇവരിതെല്ലാം വിട്ടേച്ച് യേശുവിന്റെ പുറകെ വന്നു. ഓടിച്ച് മുമ്പോട്ട് പോകട്ടെ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ചിന്ത, വിട്ടുപോകുന്നത് അബദ്ധമായോ, ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ, വേണ്ടാന്ന് വെച്ചത് ഭോഷത്വമായി. ഏതാ ഈ യെരൂശലേം പള്ളിയും പുരോഹിത വൃന്ദങ്ങളെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലും പാരമ്പര്യവും ഉണ്ടല്ലോ, ഇതെല്ലാം വിട്ടേച്ച് പോകുന്നത് മണ്ടത്തരമായോ, ഭോഷത്വമായോ, അബദ്ധമായോ എന്നൊരു ചിന്തയകത്ത് കയറി. ആ ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവര് ചിലർ ക്ഷീണിച്ചു, ചിലർ തളർന്നു. ക്ഷീണിച്ചതിന് 2 വാക്യം വായിച്ചോ. 6, 12, 12 ഇവര് ക്ഷീണിച്ചു. അല്ല, 6, 12, 12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. മന്ദതയല്ല നീക്കുക, നിന്നടിയാരിൽ തന്ന നല്ലുണർച്ചയെ വന്നിടുന്നൊരു ക്ഷീണം നിദ്ര മയക്കമീവ ഒന്നാകെ നീക്കി എന്നിൽ നന്ദിടുകാൽമശക്തി വന്നിടുന്നൊരു ക്ഷീണം നിദ്ര മയക്കമീവ ഒന്നാകെ നീക്കി തന്നിടുകാൽമശക്തി ഇന്നേരം പ്രിയ ദൈവമേ നിന്നാത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാ. ഇന്നേരം പ്രിയ ദൈവമേ നിന്ന
ആത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാ. ഓ നിന്നോടു പ്രാർത്ഥിച്ചിടാൻ നിന്നടിയങ്ങൾ നിന്റെ സന്നിധാനത്തിൽ വന്നുയർന്നിരും. നാഥാ നിന്നോടു പ്രാർത്ഥിച്ചിടാൻ നിന്നടിയങ്ങൾ നിന്റെ സന്നിധാനത്തിൽ വന്നു ചേർന്നിരിക്കുന്നു. നാഥാ ഇന്നേരം പ്രിയ ദൈവമേ നിന്നാത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാൻ. പ്രിയ ദൈവമേ നിന്നാത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് ക്ഷീണിച്ചു. അതാണ് ഇവിടെ വായിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മന്നത ഉള്ളവരാകാതെ 12 ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. അപ്പൊ ഇത് കൈയും കുഴഞ്ഞു കാലും കുഴഞ്ഞു, കൈ തളർന്നു കാല് കുഴഞ്ഞു, മന്നത. അപ്പൊ ക്ഷീണിച്ചതിന് തെളിവാ. എന്നാൽ ആരംഭ സമയത്ത് ഇവര് തീഷ്ണതയോടെ നിന്നവരാ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവർ മിക്ക പേരും ചിന്തിച്ചു, വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമായോ? ഇങ്ങനെ ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി ഇവർ തളർന്നു പോകരുത്. അതിന് അവരെ ഉറപ്പിക്കാനെഴുതിയ ലേഖനമായ എബ്രായ ലേഖനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമല്ല, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, ഇപ്പം പറയുമ്പം തുറന്ന് പറയണമല്ലോ, എന്തിനാ കണ്ണടച്ചിരുട്ടാക്കുന്നേ? പെന്തിക്കോസിലും ഇപ്പം ചില ആൾക്കാർക്കൊരു ചിന്ത കൊണ്ട് ഉപേക്ഷിച്ചതും വേണ്ടാന്ന് വെച്ചതൊക്കെ മണ്ടത്തരമായിരുന്നു. ഇപ്പോൾ ചില മോഡേൺ ഉപദേശിമാർ വന്ന് അതിന് സോപ്പിടുന്നുമുണ്ട്. അങ്ങനൊന്നും വിടേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. ഞാനൊരു കാര്യം പറയാം. അല്ല, പഴയ ആൾക്കാരുമൊക്കെ ഉണ്ടല്ലോ, ഇത് പറയാതിരിക്കാൻ തരമല്ല. എൻ്റെ പ്രിയര്, ആഭരണം ഉപേക്ഷിച്ചതൊന്നും മണ്ടത്തരമല്ല. അത് കുഴപ്പമില്ലെന്ന് പറയുന്ന ബിരുദന്മാരിപ്പോൾ നമ്മുടെ ഇടയിൽ ധാരാളം പേര് ഉണ്ട്, നമ്മുടെയൊക്കെ സഭകളിലുണ്ട്. പിന്നെ കാശും പുത്തനും ചുറ്റുപാടും ഉള്ളതുകൊണ്ട് ഉപദേശിമാരും അവരോടാരും ഒന്നും പറയത്തുമില്ല. കാരണം വല്ലപ്പോഴും അവർ വെച്ചിട്ട് സ്തോത്ര കാഴ്ച കൊടുക്കുന്നതാ. കാശ് കണ്ടമാനമുള്ള തള്ളയ്ക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ തള്ള പിണങ്ങിപ്പോവും. സ്തോത്രം. മനസ്സിലായോ? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ യോജിച്ചാൽ ഇത് ഉപേക്ഷിച്ചതൊന്നും മണ്ടത്തരമല്ല. അല്ല, ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിട്ടത് അബദ്ധമൊന്നുമല്ല. വേർപാട് പാലിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. നിങ്ങളുടെ ഉറപ്പിന് പറയുക. ഇപ്പം അതൊന്നും പറഞ്ഞാൽ പ്രസക്തമല്ല, എന്നാലും അങ്ങ് പറയാം. നമ്മൾ മീശയല്ല വിഷയം, എന്നാലും ഒരു വ്യത്യസ്തരായിട്ടൊക്കെയാണല്ലോ ജീവിക്കുന്നത്. അത് മീശ പഠിച്ചതൊന്നും മണ്ടത്തരമൊന്നുമല്ല. നാട്ടുകാർ പറയും കരിക്കിൻ്റെ മോന്ത എത്തിയ പോലാന്ന്. അങ്ങനെ ഇരിക്കട്ടെ. അല്ല, നമ്മളിത് കേൾക്കേണ്ടവരാ. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ലെന്നല്ലേ പുസ്തകത്തിൽ. സ്തോത്രം. ആക്ഷേപിക്കും. അല്ല, ഈ മാർഗം ആക്ഷേപത്തിൻ്റെതാ. പരിഹസിക്കും, കളിയാക്കും. അത് സഹിക്കണം. ഇതൊക്കെ അവസാനം സഹിച്ച് നിൽക്കണം. അതുകൊണ്ട് ഉപേക്ഷിച്ചത് വേണ്ടാന്ന് വെച്ചതൊന്നും മണ്ടത്തരമല്ല, അബദ്ധമൊന്നുമല്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വിട്ടില്ലേ, അത് അബദ്ധമൊന്നുമല്ല. മരണവീട്ടിൽ പോകണം, ദുഃഖത്തിൽ പങ്കുചേരണം. അത് കഴിഞ്ഞുള്ള ഒരു ചടങ്ങിനും പോകരുത്. കാരണം ആ ചടങ്ങ് കൊണ്ടൊന്നും ഒരു പ്രയോജനവും. തന്തയും തള്ളയും ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മ കൊടുക്കാത്ത നീ അത് കഴിയുമ്പോൾ കമന്ന് കിടക്കുക, അമ്മച്ചിയെ തരത്തില്ല എന്നതിന്. എടാ, ജീവിച്ചിരിക്കുമ്പോൾ ചെന്നൊരു ഉമ്മ കൊടുക്കണ്ടേ? ഉമ്മ കൊടുക്കുമ്പോൾ തള്ളക്കറിയാം മോനാ തന്നെന്ന്. പഠിക്കുമ്പോൾ പോലെ കിടക്കോ, അന്നേരം മോത്ത പിടിച്ച ഭിത്തിയിലോട്ടങ്ങ് ഒരയ്ക്കണം. ജീവിച്ചപ്പോൾ തന്തയും തള്ളയുടെ അന്വേഷിക്കാത്ത, സംരക്ഷിക്കാത്ത നീ ഉമ്മ കൊടുക്കാൻ ചെല്ലുമ്പോൾ പാസ്റ്റർമാർ ഞങ്ങൾ പറയും, ഇനി അന്ത്യചുംബനത്തിനുള്ള അന്നേരം പമ്മിയുള്ളൂ. എടുത്ത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണ്ടേ? ഞാൻ മരണ വീടുകളിലൊക്കെ പറയും, ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് കൊടുത്ത അമ്മ മാറുമറയ്ക്കും, അപ്പനെ തലയെ കെട്ടുകോ തോളലിട്ടുകോ ചെയ്യും. ജീവിച്ചിരിക്കുമ്പോൾ തൂവാലയ്ക്ക് പോലും ഉപകാരമില്ലാത്ത നീയെ അപ്പനും അമ്മയും ചത്ത് കിടക്കുമ്പോൾ പെന്തിക്കോസുകാർ വെള്ളത്തുണി, സമുദായക്കാർ ശോശപ്പ, കീശപ്പ, ഹൈന്ദവർ പട്ട്, ചുമന്നത് പച്ച. എന്തിനാടാ ഇങ്ങനെ? ജീവിച്ചിരിക്കുമ്പോൾ പട്ടും വേണ്ട, കിട്ടും വേണ്ട, പുട്ടും വേണ്ട. ഒരു തോർത്ത് കൊണ്ട് കൊടുക്കരുതായിരുന്നോ?
ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, നിങ്ങൾ അതിനപ്പുറത്തെ ആയിരിക്കും, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പം അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയല്ല. മരിച്ചു കഴിയുമ്പോൾ നാട്ടുകാർക്കെല്ലാം ഇത് കഴിഞ്ഞ് ബണ്ണ് അല്ല പപ്സ്, പഴം, പിന്നെ ഉഴുന്നുവട. എന്നാളൊരു നല്ല 5 പാക്കറ്റ് എടുത്ത് വണ്ടിക്കകത്തിടുന്നു. ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടല്ലോ. ഇത് 3 പാക്കറ്റ് കൊണ്ട്. ഞാൻ തമാശ പറഞ്ഞതല്ല. എന്തിനാ ഇത്? നാട്ടുകാർക്ക് ഇതെല്ലാം കൊടുത്തിട്ട് എന്തോ ചെയ്യാനാ? ഈ തന്നെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണ്ടായോ? അത് കൊടുക്കുകയല്ല. എന്നിട്ട് അവിടെ മുതൽ പപ്സ് നിന്ന് ചെറിയുടെ അവിടെ എല്ലാം പപ്സിൻ്റെ ദേഹത്തെല്ലാം വീണ് വണ്ടി എന്തോ നാശമാണെന്നറിയാം. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. ദൈവത്തിന് മഹത്വം. മരിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്തിട്ട് ഏക്കുകയല്ല. ധനവാൻ മരിച്ചു, യാതന സ്ഥലത്ത് എന്ന് കിടന്ന് പുള്ളി അവിടെ കിടന്ന് മേളിലോട്ട് നോക്കിയപ്പോൾ ലാസർ അവിടെ അബ്രഹാം പിതാവിൻ്റെ അവിടെ കിടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി മേളിലോട്ട് നോക്കിയത്. ആ നോട്ടം ജീവിച്ചിരിക്കുമ്പോൾ നോക്കുമായിരുന്നേ രക്ഷപ്പെട്ടേനെ. ചത്ത് കഴിഞ്ഞ് മേപ്പോട്ട് നോക്കിയാലെന്നാ, കീപ്പോട്ട് നോക്കിയാലെന്നാ. പുള്ളി എന്നിട്ട് അവിടെ കിടന്ന് പറയുക പുള്ളി അങ്ങോട്ടൊന്ന് വിടാൻ. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് ഷട്ടിലടി ഇല്ലെന്ന് പറഞ്ഞ്. അന്ന് ഇവിടുത്തെ TT ടൗൺ ടു ടൗൺ ഇവിടെ TT ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ നടക്കുകയല്ലെന്ന് പറഞ്ഞു. വിടാനൊക്കത്തില്ല. ഉടനെ പുള്ളി പറയാം അങ്ങനെ അന്ന് ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വിട്ടേക്കാൻ. യാതന സ്ഥലത്തോട്ട് വിടാനാ ആദ്യം പറഞ്ഞത്. ഞാനിവിടെ കിടന്ന് യാതന അനുഭവിക്കുക, നീറ്റിലും പോച്ചിലും എടുത്തിട്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞു. പുള്ളി കഴിഞ്ഞിട്ട് വിരലിൻ്റെ അറ്റം വന്ന് എന്തോ ഒരു ലോജിക്കുമില്ല. ഈ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി ഈ യാതനാ സ്ഥലത്ത് വന്നാൽ വെള്ളം കാണുമോ? ഈ വിടലത്തരം പറയുന്നതിനൊരു അതിരില്ലേ? വിരലിൻ്റെ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവന്നാൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കി ഇച്ചിരി കൊടുക്കാമെന്ന്. വിരലിൻ്റെ അറ്റം മുക്കി വെച്ച് കിടക്കുന്നത് യാതന തീയാ. ഈ വെള്ളം നിൽക്കുമോ? ഒക്കുകയിലും ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമല്ല പറഞ്ഞങ്ങ് പഠിപ്പിക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞ് അങ്ങനെ വരവ് നടക്കുകയല്ല. എന്നാൽ ഞങ്ങളുടെ വീട്ടോട്ടൊന്ന് വിട്ടേക്കാൻ. അതിന് 5 ബ്രദേഴ്സുണ്ട്, അവരിങ്ങോട്ട് വരരുത്. പുള്ളിക്ക് ഒരു നല്ല മനസ്സുണ്ട് കേട്ടോ. അതിൽ എനിക്കോ ഇത് പറ്റി, അവരിങ്ങോട്ട് വരരുത്. സ്തോത്രം. ലാസറിനെ വിട്ട. അപ്പോൾ പറഞ്ഞ ലാസറിനെ വിടുകയല്ല, അവിടെ വേറെ പ്രവാചകന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പരസ്യയോഗം നടത്താൻ ആളുണ്ട്, ഇതുപോലെ സുവിശേഷ യോഗം നടത്തുന്നുണ്ട്, ലഘുലേഖ തരുന്നുണ്ട്. അതൊക്കെ മേടിച്ച് ഗുണമായാൽ മതി. അല്ല ലാസറിനെ വിട്ടേച്ച് എൻ്റെ ചായമാരെ ഇങ്ങോട്ട് കയറ്റുന്നില്ല. അപ്പോൾ അത് ഈ ചത്ത് കഴിഞ്ഞാൽ പുള്ളി മേളിലോട്ട് നോക്കിയത്. ആ നോട്ടം ജീവിച്ചിരിക്കുമ്പോൾ നോക്കുകയായിരുന്നു രക്ഷപ്പെട്ടേനും. അതുകൊണ്ടാണ് ഇന്ന് രാത്രി അവസരം ദൈവം തരുന്നത്. മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടോ പ്രസംഗിച്ചിട്ടോ പാടിക്കിട്ടോ ഒന്നും സ്വർഗത്തിൽ പോവുകയല്ല. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പിക്കണം. സ്തോത്രം. മരിച്ചു കഴിഞ്ഞേച്ച് ഞങ്ങൾ ഉപദേശമാര് പ്രസംഗിച്ചോ പാടിയോ നിരണൻ രാജനെ ഇറക്കുവോ അല്ലെ നിങ്ങളുടെ ടീമിൻ്റെ പേരെന്നെ ബ്ലെസ്സിങ് വന്നാലൊന്നും ബ്ലെസ്സിങ് നല്ലതാ, പക്ഷേ സ്വർഗത്തിൽ പോകുക കിടക്കുകയല്ല. അവരുടെ കാര്യം തന്നെ ഇപ്പം എങ്ങനെയാണെന്നുള്ളതായിരിക്കും. അപ്പം ഒരു കാര്യം, ഞങ്ങൾ സെൻട്രൽ പാസ്റ്റ് വന്നതുകൊണ്ടോ ഒന്നും സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പിക്കണം. അതിന് ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക. യേശുക്രിസ്തു ഏകരക്ഷകനായ യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. 5 പൈസ കൊടുക്കേണ്ട കേൾക്കുന്ന ഇടത്തിന് നിന്ന് രാത്രി യേശുവിന് ഹൃദയം കൊടുത്ത് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് വേണം ഇവിടുന്ന് തിരിച്ചു പോകാൻ. അപ്പോൾ എബ്രായ വിശ്വാസികൾ ക്ഷീണിച്ചു. ഇവര് വിട്ടുപോകുന്നത് അബദ്ധമായി. അത് ക്ഷീണിച്ചപ്പോൾ ഇവരെ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ഓരോ അധ്യായത്തിലും ക്രിസ്തുയേശു ശ്രേഷ്ഠനെന്ന് തെളിയിച്ചു. അങ്ങനെ തെളിയിച്ച് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തിയ നസറയനാകുന്ന യേശു ക്രിസ്തു, ഏകയാഗത്താൽ സദാകാലത്തേക്കും സകല മനുഷ്യനും പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ വെളിപ്പെട്ട നസറയനാകുന്ന യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ തെളിയിച്ചിട്ട് 19-ാമത്തെ വാക്യം മുതൽ ഇനി വായിച്ചേ മോളെ. അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വിശ്വാസത്തിന്റെ പൂർണ്ണത ചെയ്യുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക.
അപ്പോൾ അടുത്ത് വരാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ഇവരകന്ന് നിൽക്കുക. ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു കാലത്ത് ഇവരടുത്ത് നിന്നവരാ. ദൈവത്തോടും ദൈവസഭയോടും ദൈവവചനത്തോടും കൂട്ടായ്മയോടും അടുത്ത് നിന്നവരാ എബ്രായ ക്രിസ്ത്യാനികൾ. അതിന് തെളിവിന് 2 വാക്യം വായിച്ചോ. 10-ാം അധ്യായത്തിന്റെ 34 മുതൽ വായിച്ചേ മോളെ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ 32 മുതൽ വായിച്ചോ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം ആരംഭകാലം. അപ്പൊ ആരംഭകാലമായി ഇവരുടെ ആരംഭകാലം എങ്ങനായിരുന്നു? പ്രകാശനം ലഭിച്ച എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വെളിച്ചം യേശുക്രിസ്തുവാ. ദിവ്യ വെളിച്ചം യേശുക്രിസ്തുവാ. ഇരുള് മൂടിയ പാപാന്തകാരമായ ഈ ലോകത്തിൽ സാക്ഷാൽ വെളിച്ചം അവൻ നസറയനാകുന്ന യേശുക്രിസ്തുവാ. അതാണ് സുവിശേഷം. ആ സുവിശേഷമാകുന്ന വെളിച്ചമാകുന്ന യേശുക്രിസ്തു ഉള്ളത്തിലേക്ക് വന്നു. അല്ല, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആവകെ അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർക്കണം. പൂർവകാലം, ആരംഭകാലം വളരെ പീഡകളും നിന്ദകളും കഷ്ടങ്ങളും ഒക്കെ സഹിച്ച് ഈ മാർഗത്തിന് വേണ്ടി നിന്നവരാ. അല്ല, സഭയുടെ ആരംഭകാലമൊക്കെ ഓർത്ത് എന്ത് പോരാട്ടങ്ങളിൽ കൂടിയാ ഇത് മുന്നോട്ട് വന്നേ. പണ്ട് കാലത്തൊക്കെ എനിക്ക് ഒത്തിരി അനുഭവമില്ല, അനുഭവിച്ചവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പാട്ട കൊട്ടി കളിയാക്കുമായിരുന്നു, പക്ഷെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ല. ഒരു ദേശത്ത് ഈ മാർഗത്തിന് വേണ്ടി നിന്നവരെ എല്ലാവരുടെ ഒന്നിച്ച് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ചിലരെ, എല്ലായിടത്തും അല്ലെങ്കിലും മിക്കവരെ പന്തി നിറക്കി വിട്ടിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, പലർക്കും ഉപദ്രവങ്ങൾ ഏറ്റിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സഹിച്ച് വരും നിന്നെന്നുള്ളതാണ്. ആദിമസഭയുടെ ചരിത്രം ചിന്തിച്ച് പഠിച്ച് എന്തെല്ലാം ഉപദ്രവങ്ങൾ, എന്തെല്ലാം പീഡകളാ. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. അപ്പൊ പൂർവകാലം ഇങ്ങനെ ഈ മാർഗത്തിന് വേണ്ടി ഒത്തിരി അപമാനം, നിന്ന, ആക്ഷേപം സഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്നും ഇങ്ങനെ അപമാനവും ആക്ഷേപവും നിന്നെ സഹിച്ചു നിൽക്കുന്ന പലരുണ്ട്. അവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുക. മാത്രമാണോ 6-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചേ. ആരംഭകാലം എങ്ങനെ ആയിരുന്നു വായിച്ചേ മോളെ. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും 6:1 മുതൽ കേൾക്കാൻ സുഖമുള്ള കാര്യമല്ല പറഞ്ഞത്. ചുട്ടുകളയണമെന്നൊക്കെയാ പറഞ്ഞത്. ഭാഗത്തേക്ക് പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറയുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. അടുത്തത്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. അപ്പൊ ആരംഭകാലത്ത് ഈ എബ്രായ ക്രിസ്ത്യാനികൾ കഷ്ടം സഹിച്ചവരാ, നിന്ന സഹിച്ചവരാ, പോരാട്ടം സഹിച്ചവരാ, ഉപദ്രവങ്ങൾ സഹിച്ചവരാ. മാത്രമാണോ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കാൻ വളരെ താല്പര്യവുമാണ്. പഴയ പെന്തിക്കോസുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 2 കോഴി മുട്ടയിട്ടാൽ, കടിഞ്ഞു കോഴിയാ മുട്ടയിട്ടാൽ കൊച്ചുങ്ങൾക്ക് കൊടുക്കത്തില്ല. ഈ ലഘുലേഖയൊക്കെ കൊടുത്ത് സുവിശേഷമൊക്കെ പറഞ്ഞു വരുന്ന ഉപദേശിമാരുടെ തലവട്ടം കാണുമ്പോൾ അതുങ്ങൾക്ക് പുഴുങ്ങി കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അന്നൊക്കെ പരാധീനതയും വിശപ്പും ഒക്കെ ഉള്ള കാലമാണ്. എന്നാലും പിള്ളേർക്ക് കൊടുക്കില്ല. പഴയ അമ്മച്ചിമാർ ആ കടിഞ്ഞു കോഴിയുടെ മുട്ട എന്ന് പറഞ്ഞാൽ ചെറുതാ, മുഴുത്തതല്ല. അത് പാത്ത് വെക്കും. അരിക്കകത്തോ ഉമിക്കകത്തോ പാട്ടയ്ക്കകത്തൊക്കെ പാത്ത് വെക്കും, അരിപ്പട്ടിക്കകത്തൊക്കെ. എന്നുവെച്ച് ഉപദേശിമാരൊക്കെ അതിൽ യാത്ര ചെയ്തൊക്കെ വരികയാണെങ്കിൽ അതുങ്ങളെ അങ്ങോട്ട് ഇരുത്തി തിന്നാൽ സ്റ്റൂളും കസേരയും ഒന്നും ചില വീട്ടിൽ കാണുകയില്ല. പായോ തടുക്കോ പനമ്പൊക്കെ ആയിരിക്കും, അങ്ങോട്ട് ഇരുത്തും. എന്താ വെച്ചാൽ കട്ടൻ കാപ്പി, ചിലപ്പം മധുരം ഒന്നും കാണുകയില്ല. പഞ്ചസാരയൊക്കെ പിന്നീടല്ലേ വന്നേ. പണ്ടൊക്കെ ചക്കയുടെ ഒരു കഷണവും കട്ടനുവാ, ഇതിലൊരു കടി. 1 കൂടിയല്ല 2 കൂടി കുടിക്കണം. ഒരേ കടിക്ക് ഒരേ കൂടി കുടിച്ചാൽ ചക്കര തീർന്നു പോകും. അപ്പം അന്ന് പഞ്ചസാരയൊന്നുമില്ല. ഇപ്പം പിന്നെ എല്ലാവരുടെയും കൈ പഞ്ചസാര ഇഷ്ടം പോലെ ഉണ്ട്. യോഗം കഴിഞ്ഞ് വേണേൽ വിൽക്കാൻ വരെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇരിപ്പ് കാണുമ്പോൾ അറിയാം, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അന്ന് ഇത് വലിയ ദാരിദ്ര്യമൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ ദൈവദാസന്മാരൊക്കെ വരുമ്പോൾ ഈ കട്ടന് വനത്തിൽ കൊടുത്ത മുട്ടയും
കൊടുക്കും. പണ്ടൊരു ഉപദേശി, പേരൊന്നും പറയുന്നില്ല, ചെന്നപ്പം ചില കഴിക്കുന്നയാളാ, പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ മോശമല്ലയോ, ബ്രാം പാസ്റ്റർക്ക് അറിയാം. അപ്പം പുള്ളിയുടെ സ്ഥിതി അനുസരിച്ച് 8-10 മുട്ട പുഴുങ്ങി കൊടുത്തു. അപ്പോൾ പുള്ളി സ്തോത്ര, കർത്താവേ ഇതെന്തുള്ളൂ, കടല കുറയ്ക്കും പോലെ ഇതെന്തുള്ളൂ. അപ്പം എന്തായാലും അന്ന് അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കാതെ സുവിശേഷത്തെ സ്നേഹിച്ച് സുവിശേഷകരെയും സുവിശേഷ വേലയും ആദരിച്ച അനേക കുടുംബങ്ങളുണ്ട്. ഇടയ്ക്ക് കയറി പറയാ, അവരെ ഒന്നും ദൈവം മറന്നിട്ടില്ല, അവരുടെ സന്തതികളെയും ദൈവം മറന്നിട്ടില്ല. ദൈവത്തിന് മഹത്വം. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാന്നേലും ഹൈന്ദവ സ്നേഹിതന്മാർ അങ്ങനെ സഹായം ചെയ്തവരുണ്ട്. മുസ്ലിം സ്നേഹിതന്മാർ അങ്ങനെ സുവിശേഷത്തെ സ്നേഹിച്ച് സഹായം ചെയ്തവരുണ്ട്. എന്തിനേറെ നിരീശ്വരവാദികളുണ്ടല്ലോ, ദൈവം ഇല്ലെന്ന് പറയുന്ന മാനുഷികമായ ചില കടപ്പാട്. എത്രയോ പേര്. പക്ഷെ ഒരു കാര്യം പറയാം, അവരെ ആരെയും ദൈവം മറക്കത്തില്ല. അത് മറന്നു കളയുവാൻ നാം സേവിക്കുന്ന ദൈവം അനീതിയുള്ള ദൈവമല്ല. എൻ്റെ ബഹുമാന്യരെ, കർത്താവിൻ്റെ വേലയ്ക്ക് 10 രൂപ കൊടുത്താൽ, പച്ചവെള്ളം കൊടുത്താൽ അതൊന്നും ദൈവം മറന്നു കളയത്തില്ല. മലാക്കി പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് അവിടുത്തെ സന്നിധിയിൽ സ്മരണയുടെ പുസ്തകമുണ്ട്, അതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ നിവർത്തി നോക്കും, നിനക്ക് കൃത്യം പ്രതിഫലവും തരും. അപ്പോൾ ആരംഭകാലത്ത് ഇവരെല്ലാം തീഷ്ണതയോടെ നിന്നവരാ. എന്നാൽ ഇടക്കാലത്ത് ഇവർ പിന്മാറിപ്പോയി, പുറകോട്ട് പോയി. അങ്ങനെ പുറകിപ്പോയി നിൽക്കുന്ന എബ്രായ ക്രിസ്ത്യാനികളോട് പൗലോസ് പറയുക, നിങ്ങൾ ഇന്ന് രാത്രി അടുത്തു വാ, ധൈര്യത്തോടെ അടുത്തു വാ. അപ്പം അടുത്തു വരാൻ പറയുമ്പോൾ അകന്നു നിൽക്കുക. എന്തുകൊണ്ടാണ് ഇവർ അകന്നു പോയത്? 2 കാരണത്താൽ അകന്നുപോയി. 2-3 കാരണം ചൂണ്ടിക്കാണിച്ച് ഇവരെ വിളിക്കുന്നു. വിളിച്ചു വരുന്നവർ 2 വിധത്തിൽ ശുദ്ധീകരണം നടത്തി വേണം അടുത്ത് വരാൻ. ഇതാ ഈ കണ്ണികക്കകത്തെ വിഷയം. അപ്പോൾ ഇവർ അകന്നുപോയവരെ പൗലോസ് വിളിക്കുക, അടുത്ത് വാ, യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വാ. അതിനാ ആർക്കും വരാം യേശുവിൻ്റെ അടുക്കൽ. ഏത് പ്രായത്തിലുള്ളവർക്കും യേശുവിൻ്റെ അടുക്കൽ വരാം. കൊച്ചു കുഞ്ഞിന് വരാം യേശുവിൻ്റെ അടുക്കൽ, കുഞ്ഞു പിള്ളേർക്ക് വരാം. 8 വയസ്സുള്ളതും 10 വയസ്സുള്ളതും 12 വയസ്സുള്ളതും 20 വയസ്സുള്ളതും യൗവനക്കാരിക്കുമെല്ലാം യേശുവിൻ്റെ അടുക്കൽ. ഇവിടെ ഈ കർത്താവ് വീട്ടിൽ വന്നപ്പോഴല്ലയോ മറിയ സ്വച്ഛജടാംശി തൈലമെടുത്ത് തൃപ്പാദത്തിൽ ഒഴിച്ചത്. യൗവനക്കാരിയാ. യേശു ഉടനെ കാല് മാറ്റുകയല്ലായിരുന്നു. ഏനാ ചാണ്ടിച്ചാൻ ഇരുത്തിയൊരു മൂള് അത് കാലമടക്കി അടിക്കുകയായിരുന്നു. എന്നോടാരും പറഞ്ഞു എൻ്റെ കാലേ കയറിത്തോടാൻ. യേശു കാല് മടക്കി അടിച്ചില്ല, കാല് മാറ്റിയില്ല. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞ്, അവളെ തടയരുതെന്നാ പറഞ്ഞ്, അവളെ തടയരുതെന്ന. അതാ യേശു. യൗവനക്കാരത്തേക്ക് വരാം, പിള്ളേർക്കും വരാം. പിള്ളേർ വന്നപ്പം വലിയവർ വിലക്ക് പോച്ചനെ യേശുവിൻ്റെ അടുക്ക് ഇപ്പോഴാണോടാ വരുന്നത്. കർത്താവ് പറഞ്ഞു, അവരെ തടയരുത്, ഇനി വിടാൻ പറഞ്ഞു. അവരെ എൻ്റെ അടുക്ക വിടും. സ്തോത്രം. ഒരു തള്ള എന്നെ പനിച്ച് കിടക്കുക, യേശു ദൂരെ നിന്ന് ഫലസിക്കുന്നില്ല, തൊട്ടെന്നാ. തൊട്ടു. പത്രോസിൻ്റെ അമ്മായിയമ്മ തൊട്ടു, അന്നേരം പനി വിട്ടെന്നുള്ളതാണ്. അല്ല, തൊട്ടടനെ യേശു പിന്നെ 2 ആഴ്ച പനിയായിട്ട് കിടക്കുകയല്ലായിരുന്നു. ഞാൻ ആ ശുശ്രൂഷ ചെയ്തേ പിന്നെ ഞാൻ പൊങ്ങിയിട്ടില്ല. അത് ആ പനിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. പിന്നെ എനിക്കും അങ്ങ് ചീറ്റലും. നമ്മളങ്ങനല്ലേ പറഞ്ഞത്, ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചതാണ്. ഞാനും 2 ദിവസമായിട്ട് അടിഞ്ഞു പോയി. യേശു അങ്ങനൊന്നും പറഞ്ഞില്ല. പത്രോസിൻ്റെ അമ്മായിമ്മ തൊട്ട് എൻ്റെ പൊന്നച്ചാ ഞാനും അടിഞ്ഞ് 2 ആഴ്ചയായിട്ട് യോഗത്തിനൊന്നും. തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യമാണ്. രക്തസ്രവക്കാരിക്ക് വസ്ത്രത്തിന് തൊങ്ങല് തൊട്ട് ടപ്പെന്ന് അവൾക്ക് സൗഖ്യം. വന്നവർക്കെല്ലാം വിടുതല. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു. പ്രചരോരായിരം ജന അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ, സ്ത്രീ നരപതിയെ സിയോൻ മണവാളനെ, നാശപാത്രമായ ലോകമാകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന
ശ്രീനരപതിയേ ഓ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ദുഷ്കൃതമംബിച്ച ബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ദുഷ്കൃതമംബിച്ച ബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ഇക്കഠിനഭാവിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാ. നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ ഓ സിയോൻ മണവാളനെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക്. യേശുവിന്റെ അടുക്ക വന്ന സകല ആൾക്കാർക്കും വിടുതല. മരിച്ചവരെ അവിടുന്ന് ഉയർപ്പിച്ചു. ആർക്കും യേശുവിന്റെ അടുക്ക വരാം, അല്ല ഏത് സമയത്തും വരാം. യേശുവിനെ ഒന്ന് കാണണം. അത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ പുള്ളിയെ കാണാൻ. ഓ, നമ്മുടെയൊക്കെ സഭാ നേതാക്കന്മാരെ കാണുന്നത് തന്നെ കൊള്ളാം. അപ്പോയിൻമെന്റ് തന്നെ കിട്ടിയാൽ പോരാ. ആ വാതൊക്കെ ചെന്ന് 1-2 ഗുണ്ടകൾ നിൽപ്പുണ്ട്. എന്നെ കണ്ണടച്ചിരിക്കുന്ന കാര്യമായി പറയുന്നത്. സ്തോത്രം. കുറെ ഈ എന്തുവാ അസ്മാദികളുണ്ടല്ലോ. യേശുവിനോടൊക്കെ ആർക്കും ചെല്ലാം, ഏത് സമയത്തും ചെല്ലാം. എന്നാ ദൈവത്തിന് മഹത്വം. ഏത് സമയം ആർക്കും ചെല്ലാന്ന്, ഏത് വിഭാഗത്തിൽപ്പെട്ടവനും ചെല്ലാം. അല്ലാതെ ഇത് കുറേ ആൾക്കാരുടെ മാത്രമായ യേശു, ഇത് ഞങ്ങളുടെ യേശു അല്ലല്ലല്ല. യേശു മുഴുലോകത്തിൻ്റെ ദൈവമാ. ജാതിയും മതവും വർഗവും മരണമൊക്കെ മനുഷ്യനൊപ്പിച്ച ദോഷമാ. ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവർ കുറഞ്ഞതാ, മറ്റവർ ഇച്ചിരി. നിങ്ങൾ വേദപുസ്തകം വിശ്വസിക്കുന്നില്ല, പിന്നെ പറഞ്ഞിട്ട് തന്നെ എടുക്കാനാ. എടാ, വേദപുസ്തകത്തിൽ എഴുതി വച്ചേക്കുന്ന ഈ ലോകത്തിലിരിക്കുന്ന സകല മനുഷ്യനും ഒറ്റ ഒരുത്തൻ്റെയാ. അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതി ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അതുകൊണ്ട് ആരേലും ചിന്തിക്കുക ഞാൻ ഇച്ചിരി വലിയടത്തയാ, അവൻ താന്നെടുത്തയാ, നീ ഊളത്തരം പറയരുത്. എന്നെ മുഖത്തൊക്കെ ഒരു മ്ലാനത ചിലർക്ക്. വേറെ പുസ്തകം അങ്ങനെ പറയാനേ. കുഞ്ചായന് സമാധാനം പറ, സത്യമാണോ ഇല്ലയോ എന്ന്. അങ്ങനെ തന്നെ. അതിനാ കുഞ്ചാന വണ്ടിയെ കൊണ്ടുവന്ന്. ഇടയ്ക്കിടയ്ക്ക് സത്യം പുള്ളി പറയും. ഈ ഭൂതലത്തിലിരിക്കുന്ന സകല മനുഷ്യനും ഒറ്റ ഒരുത്തന്നെ സന്തതിയാ. പിന്നെ കാലങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട്, യുഗങ്ങൾ, ഈ ദീർഘനാളുകൾ കൊണ്ട് മനുഷ്യൻ്റെ പ്രകൃതിയൊക്കെ മാറി. ഭക്ഷണം, ജീവിതചര്യ, പഠിത്തം, സമൂഹം, അങ്ങനെയൊക്കെ. അല്ലാതെ എല്ലാം ഒറ്റ ഒരുത്തൻ്റെയാ. അല്ലെന്നെങ്ങാനും ഏതായാലും ഒരുത്തൻ പറയാന്ന് ഇപ്പം കയറി വന്ന് പറയണം. ഒറ്റ ഒരുത്തൻ്റെ സന്തതിയാ മുഴുവനുണ്ടോ. വേറെ പുസ്തകം അങ്ങനെ. ആ വാക്യം ഒന്ന് വായിച്ച്. പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഞാൻ ഒപ്പിച്ചതാണ്. 17-ാം അധ്യായത്തിലല്ലയോ? വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. 17. മോളെ കണ്ടോ മോളെ? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 20. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അങ്ങനെ. അവിടെ ഞാൻ ഓർത്തഡോക്സാ, ഞാൻ റോമൻ കത്തോലിക്കനാ, ഞങ്ങൾ ഇച്ചിരി വലിയ പുള്ളിക്കാരാ, ഞങ്ങൾ പകലോമറ്റമാ, ഞങ്ങൾ ശങ്കരിപുരിയാ, ഞങ്ങൾ കാളികാവാ, ഞങ്ങൾ ആദ്യത്വമുള്ള ബ്രാഹ്മണരാ, ഞങ്ങൾ നായന്മാരാ. ഏനാ നിങ്ങൾ വർത്താനം പറയുന്നത്? ഇങ്ങോട്ട് നോക്ക്. അതങ്ങനെ തന്നെ. ഞങ്ങൾ ക്ഷത്രിയരാ. സകല എണ്ണ ഒറ്റ ഒരുത്തന്നെ സന്തതിയാ. ചെല്ലി പറഞ്ഞത് ഞങ്ങളെ അവരുമായിട്ട് സഹകരിക്കില്ല. മറ്റേ പോടാ ചുമ്മാ. സകല എണ്ണ ഒറ്റ ഒരുത്തിൻ്റെ അന്ന് വേദപുസ്തകത്തിൽ ഞാൻ എഴുതിയതാണോ? ഇങ്ങോട്ട് ഇരിപ്പം കണ്ടിട്ട് ഞാൻ സന്ധിക്ക് എഴുതിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന്. എടാ മഹാഭാവി വിവരദോഷി, ഇത് വേറെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നീ വലിയ പുള്ളിയാന്ന് ഞെളിയരുത്. ഞാൻ വലിയ പുള്ളിയാന്ന് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ. ഈ കാണുന്ന സകലതും അഴിഞ്ഞു പോകുന്നതാ. നിന്റെ ധനമോ
പ്രതാപമോ കുടുംബമഹിമയോ നിന്റെ സ്ഥാനമോ മാനമോ ഒന്നും നിന്നെ നിത്യതയിൽ എത്തിക്കത്തില്ല. നിത്യതയിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സകല മനുഷ്യനും ഒറ്റ ഒരുത്തന്നെ സന്തതിയാണ്. അങ്ങനെ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. ഞാനത് വിശ്വസിക്കുന്ന ആളാ, ഞാൻ അങ്ങനെ ഇടപെടുന്നതും. അല്ലാതെ അവൻ വലിയ പുള്ളിയാ, മറ്റവൻ ചെറുതാ, എല്ലാവരും ഒറ്റ ഒരുത്തൻ്റെയാണ്. പിന്നെ കാലക്രമങ്ങൾ കൊണ്ടിങ്ങനെ ഇപ്പം ഉദാഹരണം, നമ്മൾ തമ്മിൽ ഏതാണ്ട് ഒരേ നിറവാണ് തോന്നില്ലയോ? ഇല്ലേ ചാണ്ടിച്ചാ? ഇങ്ങോട്ട് വെച്ച് ഒപ്പം വെച്ചേ നോക്കണം. ഏതാണ്ട് ഒരു നിറമാണ്. പക്ഷേ ഈ നമ്മുടെ നിറത്തിൽ തന്നെയുള്ള ആൾക്കാർ അമേരിക്കയിലുണ്ട്. പക്ഷേ അവർക്ക് ഇച്ചിരി കൂടെ ക്ലേസിങ് ഉണ്ട്, ഇല്ലയോ ചാണ്ടിച്ചാ? എന്നാ ഭക്ഷണക്രമം, ക്ലൈമറ്റ്, ജീവിതചര്യ അതുപോലാണോ നമ്മൾ? കൊള്ളാം. അവർ ചുമ്മാ ഇരിക്കുമ്പോൾ നട്ട്സാ അടിക്കുന്നത്. നമ്മൾ ആഞ്ഞലിക്കൊരു ഓട്ടുപറ വറുത്തേച്ച് പണ്ട് മുറത്തിലിട്ട് നാഴിക്ക് ഉരുട്ടി നമ്മൾ ആഞ്ഞലിക്കൊരു കഴിക്കുമ്പോൾ അവൻ അവിടെ ഇരുന്ന് അപ്പം തൊലിക്ക് വ്യത്യാസം വരും. നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ അവൻ വ്യത്യാസമുണ്ട്. നമ്മൾ കുട്ടിക്കൂടാ പൗഡർ എടുത്താൽ മൊത്തം പൊതച്ചു തൂത്ത് അവനതാണോ? അപ്പം ഈ ഭക്ഷണക്രമം, കാലാവസ്ഥ, ജീവിതചര്യ, അതുകൊണ്ടൊക്കെ മനുഷ്യൻ്റെ കളറിനും നിലവാരത്തിനുമൊക്കെ വ്യത്യാസം വരും. അത് ദീർഘവർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒറ്റയൊരുത്തനും നെകളിക്കണ്ട, ഒറ്റയൊരുത്തനും വലിയവനില്ല. ഈ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് സകല എണ്ണ ഒറ്റയൊരുത്തൻ്റെ സന്തതി എന്ന് വന്നതാണ്, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ. അതാ ഞാൻ പറഞ്ഞേ, ഈ ജാതിയും വർഗവും വർണ്ണമൊക്കെ മനുഷ്യനൊപ്പിച്ചതാ. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, ദൈവം എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു. ഇന്ന് രാത്രി ആ കർത്താവ്, ആ ദൈവം സ്നേഹമാണ്, ദൈവത്തിന് മഹത്വം. അങ്ങനെ ആ സ്നേഹവാനായ ദൈവം ഇന്നും നിങ്ങളെ മാടി വിളിക്കുക. ഓടിച്ചു മുമ്പോട്ട് പോകാം, കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ ആരംഭ സമയത്ത് തീക്ഷണതയോടെ നിന്നു, എന്നാൽ കാലക്രമേണ അകന്നുപോയവർ രണ്ട് കാരണം കാണിച്ച് പറയുക. നിങ്ങൾ അകന്നു പോകാൻ രണ്ട് കാര്യം. ഒന്ന്, ഇവരുടെ ഹൃദയം നല്ലതല്ല, ദുർമനസാക്ഷി. രണ്ട്, ശുദ്ധ ഹൃദയമില്ല. രണ്ട് കാരണത്താൽ അകന്നുപോയി. ഒന്ന്, നല്ലൊരു ഹൃദയം ഇല്ല. നമുക്കും അങ്ങനെ നല്ല ഹൃദയമൊന്നും അതില്ലേ ചെല്ലു പറഞ്ഞ ഞാൻ ഹൃദയം കർത്താവിന് കൊടുത്തെന്ന്. കൂടെ ആരാധിക്കുന്ന വിശ്വാസിക്ക് 5 സെൻറ്റ് സ്ഥലമില്ല. അപ്പം തന്നെ കൂടെ ആരാധിക്കുന്ന അവറാച്ചന് 5 ഏക്കർ വസ്തു കിടക്കുക. 5 ഏക്കറിൽ നിൻ്റെ കൂടെ ഇരുന്ന് ആത്മാവിലാകുമ്പോൾ അവൻ്റെ വാരിയലിട്ടല്ലേ മുട്ടുന്നേ. അതെങ്കിലും ഓർത്ത് മാപ്പിളയും പെമ്പിളയും കൂടെ ഒരു പിള്ളേരോട് ചോദിച്ചേച്ച്, ആട്ടടാ നമ്മുടെ കൂടെ ആരാധിക്കുന്ന സഹോദരന് അവനൊരു 5 സെൻറ്റ് സ്ഥലം കൊടുക്കാമെന്ന്. അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്, കൊടുത്തവരുമുണ്ട്. നമ്മുടെ കടന്നുപോയ പുതുവാക്ക കുഞ്ഞപ്പിച്ചായനെ ഒരു ഏരിയ മുഴുവൻ മേടിച്ച് കൊടുത്തു. ഈയിടെ നമ്മുടെ റിയ ട്രാവൽസിലെ തമ്പിച്ചായനെ കൊടുത്തു, മാലി തോമാച്ചായനെ കൊടുത്തു. നിലമ്പൂരിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട 1 ഏക്കർ ഒന്നോ അത് കൂടുതലാണ്. അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല. ഇവിടെയും ചിലർ കാണും. എന്നാൽ സിംഹഭാഗം ആൾക്കാരും അതിന് അവരുടെ കുഴപ്പമില്ല, അവർ ഹൃദയം കർത്താവിന്. അതുകൊണ്ടാണ് യോഗം കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളെ പോലും വണ്ടിയെ പോലും കയറ്റാതെ പോകുന്ന ആൾക്കാരുണ്ട്, ഉണ്ട്. കാരണം ഹൃദയം. പിന്നെ ഈയിടെ ഞാൻ ഒരു മരണ വീട്ടിലോട്ട് പോവുക. ഞാൻ മരണ വീടുകളിൽ കഴിവിൻ്റെ പരമാവധി പോകും. അത് ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ല, പോകും. ചില ആൾക്കാർ വലിയവരുടെ വീട്ടിൽ മാത്രമേ അങ്ങനുണ്ട്, അവിടെ മാത്രം തപ്പി വരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സകല കേസും എടുക്കും. പിന്നെ സകല കേസും. ഈയിടെ ഞങ്ങൾ ഒരു തള്ള കാണാൻ പോയപ്പം ആരുമില്ല, ഞങ്ങൾ രണ്ടും കൂടെ പോയിരുന്നങ്ങ് പാട്ട് പാടി. അന്ന് 8 അടക്കത്തിനാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പോയപ്പം ഞാൻ പറഞ്ഞു, ശുപാഷ് നമുക്ക് ഇന്നടുത്ത് കുട്ടിയമ്മക്കൊച്ചമ്മ വരച്ച് അങ്ങോട്ട് പോകണം, തലേന്ന് ഡെഡ് ബോഡി കൊണ്ടുവന്നെന്നാണ് കേട്ടത്, പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വെളുപ്പിനെ പോയി. പിന്നെ വേറെ 7 സ്ഥലത്തൂടെ പോകണം. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സഭയെ യോഗത്തിനും വന്ന് തീരുന്നതിന് മുന്നേ കയറണം. ഞങ്ങൾ ചെന്നപ്പം തള്ള തന്നെ കിടക്കുക, ആരുമില്ല. ഒരു ചെറിയ വീടാണ്. അപ്പോൾ അതുങ്ങൾ പാവത്തുങ്ങൾ രാത്രി മുഴുവൻ ഇരുന്നേച്ച് പല്ല് തേക്കാനെങ്ങാണ്ട് പോയ സമയത്താണ് ഞങ്ങൾ കയറി ചെന്നപ്പോൾ ആരുമില്ല, വാസുവില്ല, മക്കളുമില്ല. അവർ ദിനചര്യ കിടപ്പാ. ഞാൻ പറഞ്ഞു നമുക്ക് പാടാം. ഞങ്ങൾ 3-4 പാട്ട് തന്നെ ഇരുന്നങ്ങ് പാടി. പാട്ടിൻ്റെ ശബ്ദം കൊണ്ടിട്ട് പല്ല് തേക്കുന്നവൻ ബ്രഡിട്ടേച്ച് ഓടി പറയും, അയ്യോ വാസപ്പ് വന്നെന്ന്. പിന്നെ അവരൊക്കെ നിന്ന് അങ്ങനെ എല്ലായിടത്തും പോകും കേട്ടോ.
അത് കക്ഷി പക്ഷ വർഗ ഏത് എവിടെയും പോവും. ഹിന്ദുവെന്നുമില്ല, മുസ്ലിം അങ്ങനൊന്നുമില്ല. സമയം കിട്ടിയാൽ സമയം കിട്ടിയാൽ കണ്ടെത്തിപ്പോവും. അടുത്ത കാലത്ത് ഞങ്ങൾ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് സ്ഥലപ്പേര് മറന്നു, പുറ്റടി കൺവെൻഷൻ കഴിഞ്ഞ് വരിക 12 മണിയോളമായി. അപ്പം വണ്ടി ഇങ്ങോട്ട് വിട്ട് വന്നപ്പം ഒരു മരണ വീട് മെയിൻ റോഡ് സൈഡിൽ കുമളിക്കിപ്പുറം. ഞാൻ പറഞ്ഞു വണ്ടി നിർത്തുക. അപ്പോൾ എന്നോട് ബിവിൻ ചോദിച്ചു, ആരേലും വാട്ടാ, മരണ വീടില്ലയോ, കയറാം, മനുഷ്യനല്ലേ. വണ്ടി നിർത്തിയപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു 100-150 പേരുണ്ട്. രാത്രി ആന്നില്ല, അവരെല്ലാം ഇരിക്കുക. ഞാൻ ഇറങ്ങുന്ന കണ്ടു, അയ്യോ പാസ്റ്റർ പറഞ്ഞ കാവാലം പാസ്റ്റർ. അപ്പോൾ അവർ മലങ്കര കത്തോലിക്കര, നല്ല മനുഷ്യർ. അപ്പോൾ അതിൽ ആ സഭയുടെ പ്രധാനപ്പെട്ട ഒരു അപ്പച്ചൻ പറഞ്ഞു, എടാ പാസ്റ്റർ വന്ന് മൈക്കെടുത്ത് കൊടുക്ക്, പ്രസംഗിക്കട്ടെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ചായ 12:30 രാത്രി പാസ്റ്റർ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതല്ലേ പാസ്റ്റർ പ്രസംഗിക്കാൻ. പിന്നെ ഞാൻ അവർ നിർബന്ധിച്ചത് കൊണ്ട് 100 പേരുണ്ട്. പിന്നെ ശബ്ദം കേട്ട് അപ്പുറത്തുകാരെല്ലാം ഓടി വരികയും ചെയ്തു. അല്പസമയം തന്ന കൃപയ്ക്കനുസരിച്ച് സംസാരിച്ചു. അങ്ങനെ പോകും. അത് സഭയൊന്നും നോക്കുകയല്ല. ഞാൻ ചില മരണ വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് എങ്ങനെയാണ് ബന്ധം നോക്കിയാണോ പോകുന്നത്? എടാ, വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്ന വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ അനുഭവത്തിൻ്റെ വിളിഞ്ഞ് കല്യാണം ഒക്കെ മാറ്റി വെച്ചിട്ട് മരണ വീട്ടിൽ ഞാൻ പോയിട്ടുമുണ്ട്. കല്യാണത്തിന് ഞാൻ ചിലപ്പോൾ 10 രൂപ കിട്ടുമായിരിക്കും. ഏതാ, അതല്ല വിഷയം. കല്യാണത്തിനും പോകും. അത് വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല, പോകും. അത് പ്രാഗൽഭ്യം ഉള്ളതുകൊണ്ടായി പറയുന്നത് കേട്ടോ. ദൈവത്തിൻ്റെ മഹത്വം. അല്ല, എല്ലാവരും ഈ വഴി പോകേണ്ടതല്ലേ? ഒരു ദിവസം മരണം നിന്നെ പിടികൂടും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത സുഹൃത്ത്, മരണത്തിന്റെ തണുത്ത കരം വന്ന് നിന്നെ തപ്പുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഓടിച്ചു മുമ്പോട്ട് പോകാം. അവൻ 2 കാരണത്താലായി ഇവർ അകന്നു പോയത്. 1 ദുർമനസാക്ഷി, 2 നല്ലൊരു ഹൃദയമില്ല. നമുക്ക് മനസാക്ഷി വേണം കേട്ടോ, നല്ല മനസാക്ഷി. ദൈവത്തിന് മഹത്വം. ഒരു പിച്ചക്കാരനാണ് നിൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് വരുന്നെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. എല്ലാവരെയും വിശ്വസിച്ച് ചിലപ്പോൾ പരിക്കാകത്ത് കയറ്റാനൊക്കത്തില്ല, കാലം അങ്ങനെ. എന്നിരുന്നാലും ഉച്ച സമയത്ത് നിൻ്റെ വീട്ടിലൊരുത്തൻ വന്നാൽ അവന് ഭക്ഷണം കൊടുക്കണം. വിശന്നാ വരുന്നെങ്കിൽ, രാവിലെയാ വരുന്നെങ്കിൽ അവന് ഉള്ളതിൻ്റെ വിഹിതം കൊടുക്കണം. സ്തോത്രം, സ്തോത്രം. ഇതൊന്നും പ്രസംഗിക്കുന്നതും കേൾക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ല. അവർക്കെല്ലാം ഇങ്ങനെ ഇന്ന് രാത്രി എന്ന് പറയുന്നതാണ് ഇഷ്ടം. ദൈവത്തിന് മകൻ ഇതൊക്കെ ചെയ്യണം. ഞാനെപ്പോഴും പറയും, 10 തേങ്ങ ഇടുമ്പോൾ തൊട്ടപ്പുറം താമസിക്കുന്ന ഹിന്ദുവോ മുസ്ലിമോ അക്രൈസ്തവനോ ആരുമാകട്ടെ, അവന് തെങ്ങും തേങ്ങായില്ലെങ്കിൽ 10 തേങ്ങ ഇട്ടാൽ 1 അവന് കൊടുക്കണം, 1 പെയ്ത്തോമിൽ വെട്ടണം. 8 നീ എടുത്താൽ മതി. ഇത് തേങ്ങ അരച്ചൊരു കറി കൂട്ടാനുള്ള യോഗവും ഇല്ല. എന്നാൽ ഒരു കുഞ്ഞുങ്ങൾക്ക് കോഞ്ഞാട്ട പോലും കൊടുക്കാത്ത കുഞ്ഞുകുട്ടിയുണ്ട്. കൊടുക്കുകയല്ല. എടാ, ചക്കയുടെ സീസണൊക്കെ വരുമ്പോൾ ഇഷ്ടം പോലെ ചക്കയല്ലയോ. നിനക്കൊരു ഇന്നാളൊരു തള്ള പറയുന്നത് കേട്ട്, ചക്കയ്ക്കകത്ത് അരക്കാന്ന്. ഞാൻ പിന്നെ അതിനകത്ത് തന്നെ പാലാന്നോ. ഇതൊന്ന് ഒരുക്കി ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് വലിയ ഇഷ്ടമാണ് ചക്ക വേവിച്ചത്, പക്ഷെ അവൾ ചെയ്ത് തരികയില്ലെന്ന്. അതിൻ്റെ നല്ലയോട് ചോദിച്ചു, നല്ല അരക്കാന്ന്. പുതിയ കണ്ടുപിടുത്തമാണ് ചക്കയ്ക്കകത്ത്. എന്നാ ഇത് ഉണ്ടാക്കുകയില്ല, കൊടുക്കല. എന്നാൽ ആർക്കെങ്കിലും വിളിച്ച് കൊടുക്കണ്ടേ, അതും കൊടുക്കുകയില്ല. ഇത് മുഴുവൻ വീണ് നശിച്ച് ഇങ്ങനത്തെ മുടിയാന്തരം പിടിച്ച് എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? എന്തിനാന്നോ ഇതൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനിങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും അങ്ങനൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. നീ മറ്റുള്ള ഒരു മനസാക്ഷി ഉണ്ടായിരിക്കണം, മനസാക്ഷി വേണം. സ്തോത്രം. 5 ഏക്കർ ഉണ്ടെങ്കിൽ കൂടെ ആരാധിക്കുന്നവന് 1 സെൻറ്റ് ഭൂമിയില്ലെങ്കിൽ ആലോചിച്ചേച്ച് ഒരു 5 സെൻറ്റ് അവന് കൊടുക്കണം. വേണ്ടായോ? അല്ലാതെ ഇങ്ങനെ ഇരുന്ന് ഇലവൻ കേവിയെ പിടിച്ച പോലെ യോഗത്തിനിരിക്കുക. എന്തിനങ്ങനെ ഇരിക്കുന്നു? 2 കാരണത്താൽ പുറകോട്ട് പോയി. 1 ദുർമനസാക്ഷി, 2 ശുദ്ധ ഹൃദയമില്ല. ഈ 2 കാരണത്താൽ അകന്നുപോയ ആൾക്കാരെ 3 കാരണം ചൂണ്ടിക്കാണിച്ച് പൗലോസ് അടുത്തോട്ട് വിളിക്കുക. വാക്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1,
യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഇവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അകന്ന് നിൽക്കരുത്, അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, മേറി നിൽക്കരുത്. ഇന്ന് രാത്രി നീ യേശുവിന്റെ അടുക്കവാ. നിനക്ക് വേണ്ടി ഒരു വഴി ഇവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട്. ഈ വഴി ഒരുക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? വഴി ഒരുക്കി പോവാ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന് തിരശീല ചീന്തി ഒരു പുത്തൻ വഴിയൊരുക്കി. അവൻ ഗതസമന മുതല് കാൽവറി കൊലക്കളം വരെ അടിയേറ്റ്, ഉപദ്രവങ്ങളേറ്റ്, ആക്ഷേപമേറ്റ്, നിന്നയേറ്റ്, മുൾക്കിരീടധാരിയായി, മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി കുനിയപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിന്റെ മുതുകത്ത് ചാട്ടവാറ് കൊണ്ട് പടയാളികൾ ദാക്ഷണ്യം കൂടാതെ അടിക്കുക. കുതിരയുടെ തോല് നാരായി കീറി അതിന്റെ അറ്റത്ത് ഈയക്കട്ടയും ഉൾക്കൊളത്തും ചൂണ്ടലും കൂടെ കൂട്ടിക്കെട്ടി ആമ കുനികപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിന്റെ മുതുകത്ത് അടിച്ച് ഈ ചാട്ട പറിക്കുമ്പോൾ മാംസം പറഞ്ഞ് ഇരുന്ന് പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ കണ്ടോണ്ട് പാടുക, അവിടുത്തെ മുതുക് ഉടവുചാല് പോലെ നീളത്ത് കീറി. അങ്ങനെ ദേഹമെന്ന് തിരശീല കീറി ചീന്തി നിനക്കൊരു വഴിയൊരുക്കിയിട്ടിട്ടുണ്ട്. സ്നേഹിത, സുഹൃത്തെ, മാതാവ്, പിതാവ്, എന്നെ കേൾക്കുന്ന മാന്യ സഹോദര, നീ അടിയേക്കേണ്ടത്, നീ ഉപദ്രവമേക്കേണ്ടത്, നീ സഹിക്കേണ്ടത് യേശു ക്രിസ്തു നിനക്ക് വേണ്ടി സഹിച്ച് അവിടുത്തെ ദേഹമെന്ന് തിരശീല ചീന്തി നിനക്കൊരു പുത്തൻ വഴിയൊരുക്കി. ഒന്നുകുറകെ 39 അടി അവൻ ഏറ്റ് മുൾക്കിരീട ധാരിയായി, മുഖത്തെ രോമം പിടിതെടുക്കപ്പെട്ടവനായി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ആ തിരുശരീരം നുറുക്കപ്പെട്ട്, ചീന്തപ്പെട്ട്, കീറപ്പെട്ട്, ആമേൻ, സ്തോത്രം, ഒരു പുത്തൻ വഴിയൊരുക്കിയിട്ടിരിക്കുക. അതുകൊണ്ട് അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വാ. നിനക്ക് വേണ്ടി വഴിയൊരുക്കിയിട്ടിരിക്കുക. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിന്നെ ഇഷ്ടപ്പെടുന്നു. മാതാവോ, പിതാവോ, ഭാര്യയോ, ഭർത്താവോ, വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന നസറായൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി വഴിയൊരുക്കിയിട്ടിട്ടുണ്ട്. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, മെഴുകുതിരി കൊടുക്കണ്ട, എണ്ണ കൊടുക്കണ്ട, അവൻ മണിയും കിണിയും ഒന്നും കൊടുക്കണ്ട. ഏത്തക്കൊലയും വേണ്ട, കോഴിയും വേണ്ട, ആടും വേണ്ട, താറാവും വേണ്ട, നിന്റെ അരിയും വേണ്ട, മലരും വേണ്ട, ഒന്നും വേണ്ട. നീ സാമ പ്രത്യാശയോടെ അനുതാപത്തോടെ വന്നാ മതി. നിനക്ക് വേണ്ടി വഴിയൊരുക്കി. ഏത് വ്യക്തിക്കും ഈ വഴിയിൽ കൂടെ വരാ. ഇത് മുസൽമാനെന്നോ, ഹൈന്ദവനെന്നോ, അക്രൈസ്തവനെന്നോ, നിരീശ്വരവാദിയെന്നോ, ബുദ്ധനെന്നോ, ജൈനെന്നോ, കറുത്തവനെന്നോ, വെളുത്തവനെന്നോ, പണ്ഡിതനെന്നോ, ബ്രാഹ്മണനെന്നോ, കുചേലനെന്നോ, കുബേരനെന്നൊന്നും വ്യത്യാസമില്ല. ആർക്കും വരാൻ വേണ്ടിയാ ഈ വഴി ഒരുക്കിയിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ വഴിയിൽ കൂടി നീ അടുത്തു വാ. 3 കാര്യം ചൂണ്ടിക്കാണിച്ചാ വിളിക്കുന്നത്. 1, യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴിയൊരുക്കി വാ. 2, അവിടുത്തെ പരിശുദ്ധ രക്തമുണ്ട് ഇവിടെ. നിർമ്മല രക്തം, വിലയേറിയ രക്തം, ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഈ രക്തത്തിൻ്റെ വിശേഷത, എത്ര കടും ചുമപ്പായ പാപങ്ങളാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കും. എത്ര രക്താംബരം പോലെ ഇരുന്നാലും പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തം പാപം മോചിക്കും, രോഗം സൗഖ്യമാക്കും, സമാധാനം തരും, നിന്നെ രക്ഷിക്കും, നിന്നെ വിടുവിക്കും. അതുകൊണ്ട് പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ അടുത്ത് വാ. 3, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അവിടുന്ന് പക്ഷപാതം ചെയ്യുക. പക്ഷപാതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ഷം പിടിച്ച് വാദി, അതാ പക്ഷപാതം. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട്. പക്ഷപാതം എന്താ? വാക്കിൻ്റെ അർത്ഥം പക്ഷം പിടിച്ച് വാദിക്കുക. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. അതെന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നേ? എന്തിനാ കുഞ്ചാ?
സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആര് പക്ഷപാതം ചെയ്യുന്നു? യേശു ക്രിസ്തു. എവിടെ? സ്വർഗത്തിൽ. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. എന്തിനു വാദിക്കുന്നുവെന്ന് ചോദിച്ചാൽ നമുക്കെതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട്. അതാ വെളിപ്പാട് പുസ്തകമൊക്കെ പറഞ്ഞേ, നിരന്തര അപവാദം പറയുന്ന അപവാദി. എനിക്ക് നിങ്ങൾക്കുമെതിരെ അവൻ അവിടെ അപവാദം പറഞ്ഞ് വാദിക്കുമ്പോൾ എൻ്റെയും നിന്നെയും പക്ഷം പിടിച്ച് വാദിക്കാൻ നമുക്ക് വേണ്ടി ഒരുവനുണ്ട്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ധൈര്യത്തോടെ അടുത്തു വാ, നിരാശപ്പെട്ടു പോകരുത്. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവത്തിന് മഹത്വം. ദൈവദാസൻ എന്നോട് പറഞ്ഞേ 9 മണിക്ക് നിർത്തണമെന്ന്. ഒരല്പം മുൻപോട്ട് പോയി. ഇന്ന് തുടക്കമല്ലേ, ഇടയ്ക്ക് മൈക്കും പൊട്ടും പുടപ്പും ഒക്കെ വന്നതല്ലേ, തന്നെ ഇച്ചിരി നേരമൊക്കെ ഇതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നാ അല്ല അല്ലേലും ഞാൻ എടുക്കും. അപ്പം ശ്രദ്ധിക്കുക, 2 കാരണത്താൽ ഇവരകന്നുപോയി. ഒന്ന്, ശുദ്ധ ഹൃദയമില്ല, നല്ല മനസാക്ഷിയില്ല, അകന്നുപോയി. അകന്നുപോയവരതിലെ പോട്ടെ എന്നല്ല ദൈവത്തിൻ്റെ തിരുഹിതം. അടുത്തു വരണം. അടുത്തു വരാൻ മടിയും അറച്ചു നിൽക്കുന്നവരോട് പറയാം, മടിക്കണ്ട, അറക്കണ്ട. കാരണം ഒന്ന്, ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. വാ. 2, സകല പാപങ്ങളും പരിഹരിക്കുന്ന പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. അടുത്തു വാ. 3, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ വാ. പിന്നെ അടുത്തു വരുന്നവരോട് ഒരു കാര്യത്തോടെ പറഞ്ഞു, 2 വിധത്തിലെ ശുദ്ധീകരണ പ്രക്രിയ നടക്കണം. അതവിടെ എഴുതിയിട്ടുണ്ട് കണ്ണികയിൽ. അത് 2 ശുദ്ധീകരണം. 1 ആന്തരിക ശുദ്ധീകരണവും 2 ബാഹ്യ ശുദ്ധീകരണവും. അതിന് 2നും വാക്യമുണ്ട് അവിടെ. ഹൃദയങ്ങളിൽ തളിക്കണം. അങ്ങനെ ഒരു പദമില്ലേ മോളെ? ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും. മതി. ഹൃദയങ്ങളിൽ. അപ്പൊ ഹൃദയം അകത്താ. ഹൃദയം അല്ലാതെ കുരങ്ങൻ പറഞ്ഞതുപോലെ അല്ലല്ലോ. പുഴയുടെ നടുക്ക് വന്നപ്പം മുതല പറഞ്ഞു ഭാര്യയ്ക്ക് ഹൃദയം വേണം. കുരങ്ങനല്ലേ അയ്യോ, എന്നാൽ പിന്നെ നേരത്തെ പറയണ്ടേ. അതിന് ഞാൻ വെളിയിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഹൃദയം കൊണ്ടുപോകാറില്ല. അതിന് അത് അത്തിമരത്തിൻ്റെ മേളിൽ വെച്ചിരിക്കുക. എന്നാൽ പിന്നെ വന്നപ്പം പറയണം, നമുക്ക് തിരിച്ചു പോയി എടുത്തുകൊണ്ട് വരാം. എന്നാൽ തിരിച്ചു വിടാൻ. അത്തയുടെ കടി നമ്മ കുരങ്ങൻ ചാടി മേളിൽ കയറി ഞാൻ പോകാൻ പറഞ്ഞു. അല്ല, ചിലരിപ്പോൾ അങ്ങനാ. ഹൃദയം അകത്താ. അപ്പോൾ ഹൃദയങ്ങളിൽ തളിക്കണം. അകത്തുള്ള ഹൃദയത്തിൽ തളിക്കണം. എന്ത് തളിക്കണമെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ഹൃദയത്തിനകത്തല്ലയോ തുച്ഛന്തയും പകയും പിണക്കവും കോപവും ഈർഷ്യയും പകയും ഇതെല്ലാം അകത്തല്ലേ? അത് പരിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം. അത് ആന്തരിക ശുദ്ധീകരണം. ഈ ഹൃദയത്തിനകത്ത് പകയൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. പകയും പിണക്കവും. ഹൃദയം നന്നാകണം. ഇത്രയും വലിപ്പമുള്ളൂ, പക്ഷെ എന്തെല്ലാം നാശക്കൊള്ളി. സയൻസൊക്കെ പറഞ്ഞ് ഇത്രയും വലിപ്പമുള്ള അങ്ങനെയല്ലേ ചായ? ഇത്ര ഉള്ളെന്നാ. ഏതാണ്ട് ഇടത്തെ ഭാഗത്തെങ്ങാണ്ട അല്ലയോ? ചെറിയ ചരിവുണ്ടോ? 4 അറയുണ്ടെന്ന് അങ്ങനല്ലേ അക്സ ഹേമ? 4 അറയല്ലേ മോളെ? എത്രയല്ല പഠിക്കുന്നത്? പഠിത്തമല്ല, നേഴ്സിംഗ്. അപ്പം കൃത്യം അറിയാം. എത്ര അറിയാ മോളെ? 4 അറിയാം. നല്ല ആരോഗ്യമുള്ള ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ തൂക്കത്തെ പറ്റി പറയുന്നത് 650 ഗ്രാം അല്ലെങ്കിൽ 700. 1 കിലോ ഉണ്ടോ മോളെ? അല്ല, ചിലരുടെ ഇരിപ്പ് കണ്ടാൽ ഒരു 5.5 കിലോ ഉണ്ടെന്നും പറഞ്ഞായിരിക്കുന്നത്. 650 700 ഗ്രാമൊക്കെ അധികം പോയാൽ ഇത്രയും വലിപ്പമുള്ളു. പക്ഷെ എന്തെല്ലാം നാശമായി ഇതിനകത്തിരിക്കുന്നു. എല്ലാറ്റിനേക്കാളും കപടമുള്ളതാ. അതാരാഞ്ഞറിയുന്നവൻ ദൈവമാ. അതുകൊണ്ട് ദൈവം ഈ ഹൃദയം സൃഷ്ടിച്ചപ്പോഴും വളരെ വിശേഷമായിട്ടാണ്. എൻ്റെ ഹൃദയത്തിരിക്കുന്ന നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളുടെ ഹൃദയത്തിരിക്കുന്നത് അങ്ങനെ അറിയാമായിരുന്നു. ഇന്ന് ഈ യോഗം ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ നടക്കുകയല്ല. ഇരിക്കുന്ന കസേര എടുത്ത് മറ്റവൻ്റെ തലയടിച്ച്. കാരണം നിൽക്കുന്നവൻ്റെ ഹൃദയത്തിരിക്കുക. നമ്മൾ ചിന്തിക്കുക വന്നിരിക്കുക എൻ്റെ അടുക്ക. ഇത് അവൻ അറിയുകയാണല്ലോ. അപ്പം ദൈവം സൃഷ്ടിച്ചപ്പോഴും നല്ല ഭംഗിയായിട്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് പിടിക്കും. പക്ഷെ ഇതെല്ലാം അറിയുന്നവനാ ദൈവം. ഈ ഹൃദയത്തിനകത്ത് ആവശ്യമില്ലാത്തതെല്ലാം ഇരിപ്പുണ്ട്. ഞാൻ ദൈവമക്കളോട് പറയാം, പകയൊന്നും വെച്ചോണ്ട് ദൈവത്തെ ആരാധിക്കരുത്. അയലത്തുകാരോട് പിണങ്ങരുത്.
ഇത് അയലത്തുകാരനുമായിട്ട് വഴക്കുണ്ടാക്കി വെച്ച് 5:30 കുർബാനയ്ക്ക് പള്ളി, 10 മണിയാകുമ്പം ബന്ധിക്കോസിൽ, 9:30 ബ്രദറൻ കാളിൽ, 9:45 മാർത്തോമായിൽ. എന്തിനിങ്ങനെ പോകുന്നു? നാളൊരാൾ പറഞ്ഞു കൊയറിലുണ്ടെന്ന്. കൊയറാന്ന്. അപ്പുറത്തുകാരനുമായിട്ട് മിണ്ടുകയല്ല. ആരോടും പണം കരുത് കേട്ടോ. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഹൃദയത്തിനകത്ത് പകയുണ്ടാകരുത്, വിദ്വേഷം ഉണ്ടാകരുത്. ഹൃദയം നിർമ്മലീകരണമായിരിക്കണം, നിർമ്മല രക്തത്താൽ തളിക്കപ്പെടണം. അപ്പോൾ 2 കാരണത്താൽ ശുദ്ധീകരണം. ഒന്ന് ആന്തരിക ശുദ്ധീകരണം, ഹൃദയങ്ങൾ തളിക്കണം അടുത്തു വരുന്നവര്. 2 ഭാഗ്യശുദ്ധീകരണം. ഭാഗ്യശുദ്ധീകരണത്തിൻ്റെ വാച്ച നോക്കിയിട്ട് കൃത്യമാകുന്നില്ലയോ? ഇപ്പം ഞാൻ സൂക്ഷിച്ചു, സൂചി ഓടുന്നുണ്ടല്ലോ. ഭാഗ്യശുദ്ധീകരണത്തിന്റെ വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടണം. ആന്തരിക ശുദ്ധീകരണമാണ് ഹൃദയങ്ങൾ തളിക്കുന്നത് അകത്ത്. ഭാഗ്യശുദ്ധീകരണം ശുദ്ധവെള്ളത്താൽ ശരീരം എന്ന് പറഞ്ഞാൽ വേർപാടാ. ഭാഗ്യശുദ്ധീകരണം ശുദ്ധവെള്ളമെന്ന് അവിടെ വിവക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വെള്ളം, അതിലെ നമ്മൾ പാടുന്ന ഒരു പാട്ടിൻ്റെ വരിക്കകത്ത് അർത്ഥമുണ്ടല്ലോ. പോഷിപ്പിക്ക പത്യവചനമം ക്ഷീരത്താൽ നിർമ്മല തോയം നിത്യം കൂടിപ്പിച്ച് നിർമ്മല തോയം നിത്യം കൂടിപ്പിച്ച്. അപ്പൊ ശ്രദ്ധിക്കുക, നിർമ്മല തോയം, തോയം വെള്ളം, തോയം സലിലം ജലം, ഇതെല്ലാം വെള്ളത്തിൻ്റെ പര്യായമാണ്. അപ്പം നിർമ്മല തോയം, അതാ അവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗം, ശുദ്ധവെള്ളത്താൽ. ആ തോയമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മായമില്ലാത്ത വചനം, നിർമ്മല വചനം, കൂട്ടുചേർക്കാത്ത വചനം, ഇതിനകത്ത് മായപ്പൊടി ഒന്നും വിടാത്ത വചനം എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് വരുമ്പോൾ 1 ആന്തരിക ശുദ്ധീകരണം ഉണ്ടായിരിക്കണം, 2 ഭാഗ്യ ശുദ്ധീകരണം. ലോകക്കാരെ പോലെ മറ്റുള്ളവരെ പോലെ നടക്കാനും എടുക്കാനും കൂടാനും ആടാനും പാടാനും ചാടാനും നമുക്ക് പ്രമാണമില്ല. ഇത് വേർപാടിൻ്റെ ഉപദേശമാ. ദൈവത്തോടും ദൈവസഭയോടും കർത്താവിനോട് അടുത്തു വരുന്ന ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. ഇന്ന് രാത്രി അകന്ന് നിൽക്കുന്നവരെ അകന്നു നിൽക്കരുത്. 2 കാരണത്താൽ അകന്നു പോയി. ശുദ്ധഹൃദയവും നിർമ്മല മനസാക്ഷി ഇല്ലാത്തത് കൊണ്ട് അവരോട് പറയാ, അടുത്തു വാ. 3 കാര്യം കാണിച്ചു വെച്ച് വിളിച്ചു. 1 ദേഹമെന്ന തിരശീല ചിന്തി വഴിയൊരുക്കിയിട്ടുണ്ട്. 2 പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. 3 നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് അടുത്ത് വന്നവരോട് പറയുക, ആമേൻ. 2 വിധത്തിൽ ശുദ്ധീകരണം. 1 ആന്തരിക ശുദ്ധീകരണം, 2 ഭാഗ്യ ശുദ്ധീകരണം. അങ്ങനെ അടുത്ത് വരുന്നവരോട് ആമേൻ എബ്രായ ലേഖനത്തിൽ പറയുക, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും പ്രത്യക്ഷപ്പെടും. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. പ്രത്യാശയുള്ളവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കാം.